സ്പെഷ്യൽ ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. അതീവ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയം തന്നെയാണ് ഇന്ന് ഷെക്കീന സ്പെഷ്യൽ ഡിബേറ്റ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ യൂത്ത് കൗൺസിലിന്റെ നേതൃത്വത്തിൽ വളരെ ഞെട്ടിക്കുന്ന ഒരു പഠന റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി കേരളത്തിൽ നിന്നും ഉപരിപഠനത്തിനായിട്ട് വിദ്യാർത്ഥികൾ നിരവധി പേരാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഓസ്ട്രേലിയയിലേക്കും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും ഒക്കെ എത്തിച്ചേരുന്നത്. +2 പഠനം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 10th ഒക്കെ കഴിഞ്ഞിട്ട് പോകുന്ന കുട്ടികളും അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. എന്നാൽ അതീവ ഗുരുതരമായിട്ടുള്ള ഭയാനകമായിട്ടുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഇവർ ചെന്ന് കുടിയേറുന്ന അല്ലെങ്കിൽ ജോലിക്കായി പോകുന്ന പഠനത്തിനായി ജോലി എന്നതിനേക്കാൾ ഉപരി പഠനത്തിനായി പോകുന്ന രാജ്യങ്ങളിൽ കുടിയേറ്റ നിയമങ്ങൾ കർക്കശമാക്കുന്നു. ഉപരി പഠനത്തിന് ശേഷം അവിടെ തന്നെ ഒരു തൊഴിൽ കണ്ടെത്താനാകാതെ നിരവധി പേർ നാട്ടിലേക്ക് മടങ്ങി വരേണ്ട അതിഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഗ്ലോബൽ യൂത്ത് കൗൺസിലിന്റെ ഒരു പഠന റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരം ഏകദേശം 30,000-ഓളം വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ വലിയൊരു ഭീഷണി അവരുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഇത് വളരെ ഭയാനകമായിട്ടുള്ള ഒരു പ്രതിസന്ധി തന്നെയായിരിക്കും കേരളത്തിലെ കുടുംബങ്ങളിലൊക്കെ സൃഷ്ടിക്കുന്നത്. പ്രത്യേകിച്ച് ലക്ഷങ്ങൾ മുടക്കിയാണ് അല്ലെങ്കിൽ ലക്ഷങ്ങൾ ലോണൊക്കെ എടുത്താണ് ഇവർ പലരും ഈ വിദേശങ്ങളിലേക്ക് പഠനത്തിനൊക്കെ ആയിട്ട് പോകുന്നത്. ഈ ഒരു പ്രതിസന്ധി നമുക്ക് നൽകുന്ന മുന്നറിയിപ്പുകൾ എന്തൊക്കെ, എത്രത്തോളം ഗുരുതരമാണ് കേരളത്തിലെ ആ വിദ്യാഭ്യാസ മേഖലയിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, കുടിയേറ്റമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, ഒപ്പം എങ്ങനെ നമുക്കിതിനെ പരിഹരിക്കാൻ സാധിക്കും, ഈ വിഷയങ്ങളാണ് ഇന്ന് ഷെക്കീന സ്പെഷ്യൽ ഡിബേറ്റ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ യൂത്ത് കൗൺസിൽ കോർഡിനേറ്റർ ശ്രീ ലിയോൺ ജോസ് വിധേയത്തിൽ, ഒപ്പം തന്നെ സാമൂഹ്യ നിരീക്ഷകനും കത്തോലിക്ക കോൺഗ്രസ് നേതാവുമായ ഡോക്ടർ ജോസുകുട്ടി ജെ ഒഴികയിൽ. രണ്ടുപേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ലിയോൺ ജോസ് വിധേയത്തിൽ, ഏറ്റവും ആദ്യം തന്നെ അങ്ങേ അഭിനന്ദിക്കുകയാണ്. അങ്ങ് പുറത്തുവിട്ട റിപ്പോർട്ട് വളരെ ഞെട്ടിക്കുന്ന ഒരു പഠന റിപ്പോർട്ട് തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ രാഷ്ട്രീയ നേതാക്കൾക്കൊക്കെ അങ്ങ് സമർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏറ്റവും ആദ്യത്തെ ചോദ്യം ഇതാണ്: ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു പഠനം നടത്തുവാൻ അങ്ങേ പ്രേരിപ്പിച്ചത്? ശ്രീ ലിയോ. നമസ്കാരം. എന്റെ പേര് ലിയോൺ ജോസ് വിധേയത്തിൽ. ഞാൻ കാത്തലിക് കോൺഗ്രസ് യൂത്ത് കൗൺസിലിന്റെ കോർഡിനേറ്ററാണ്. UK-യിൽ നിന്നാണ് ഞാൻ. First of all, let me just congratulate Shekina team as well as George sir. ഇതുപോലെ ഒരു നവമാധ്യമത്തിൽ, അതുപോലെ ഒരു മീഡിയയിൽ ഈ ഒരു വിഷയം ഈ ഒരു കാലഘട്ടത്തിൽ അത്രയധികം ഉന്നയിച്ച് കേട്ടിട്ടില്ല. ഇതിന്റെ ഒരു പ്രതിസന്ധി മനസ്സിലാക്കാഞ്ഞിട്ട് കൊണ്ടല്ല, അത് ഏറ്റെടുക്കാൻ പല പരിമിതികളും പല മാധ്യമങ്ങൾക്കും ഇന്ന് ഉണ്ട്. അത് ഈ സ്റ്റഡി അബ്രോഡിന്റെ ആഡ്സിന്റെ കാര്യത്തിലായാലും മറ്റു പല പ്രവണതകളും കാരണം ഈ ഒരു വിഷയം സമൂഹത്തിലേക്ക് എത്തിക്കാൻ നമ്മുടെ മാധ്യമങ്ങൾക്ക് കഴിയുന്നില്ല. ഈ ഒരു വിഷയം കടന്നു വരുന്നത് ആക്ച്വലി ഒരു 1.5 വർഷത്തിന് മുന്നെയാണ് ഈ വിഷയത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് വരുന്നത്. ഈ സ്റ്റഡി അബ്രോഡ് റിലേറ്റഡ് ആയിട്ട് UK, കാനഡ, ഓസ്ട്രേലിയ മുതലായ രാജ്യങ്ങളിലേക്ക് ഒട്ടനവധി മലയാളികളാണ് കഴിഞ്ഞ ഈ കോവിഡ് ടൈമിന് ശേഷം പോയത്. ഓരോ വർഷവും ഇന്ത്യയിൽ നിന്ന് UK-യിൽ മാത്രം ഇന്ത്യൻസ് 1 ലക്ഷത്തോളമായിരുന്നു ഈ കോവിഡ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ 2-3 വർഷങ്ങളിൽ ഇന്ത്യക്കാർ വന്നത്. അതിലൊരു മെജോറിറ്റി മലയാളികളായിരുന്നു. സ്റ്റഡി പ്രകാരം, അതായത് കേരള മൈഗ്രേഷൻ സർവേ 2023 പ്രകാരം മലയാളികൾ 2023-ൽ 2.5 ലക്ഷം മലയാളികളാണ് ഇന്ത്യക്ക് പുറത്ത് ഉന്നത വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോ ഈ ഒരു 1.5-2 വർഷം മുന്നേ തൊട്ടാണ് ഇതിൽ പ്രതിസന്ധികൾ വന്നു തുടങ്ങുന്നത്. അതിന് മുന്നേ വരെയും വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ലായിരുന്നു. ഈവൻ നവമാധ്യമങ്ങളിൽ മാത്രമായിരുന്നു ഇതിനെക്കുറിച്ചൊക്കെയുള്ള ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടന്നിരുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ ബേസ് ചെയ്തിട്ട് 2025 ഏപ്രിലിൽ കത്തോലിക്ക കോൺഗ്രസ് യൂത്ത് കൗൺസിൽ ഒരു വെബിനാർ സംഘടിപ്പിച്ചു. ഇതിന്റെ ഒരു ബോധവൽക്കരണം, ഇതിന്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കിയിട്ടാണോ ഈ വിദ്യാർത്ഥികൾ, അത് +2 കഴിഞ്ഞവരായാലും അതിനുശേഷം ഡിഗ്രി കഴിഞ്ഞവരായാലും ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് പോലും PG കഴിഞ്ഞിട്ട് പോലും വീണ്ടും ഒരു PGക്ക് പോലും സെറ്റിൽമെന്റ് വിസയ്ക്ക് കിട്ടാനുള്ള രീതിയിൽ, അതായത് സ്റ്റുഡന്റ് വിസ വരുന്നു, അതിനുശേഷം സെറ്റിൽ ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു വിദേശ രാജ്യത്ത് സെറ്റിൽ ചെയ്യാൻ വേണ്ടി 15 മുതൽ 45 ലക്ഷം വരെയും വായ്പ എടുത്താണ് പല രാജ്യങ്ങളിലേക്കും പോയിരുന്നത്. UK ഉണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്, കാനഡയുണ്ട്, പിന്നെ ഈവൻ US ഉണ്ട്, അങ്ങനെ പല രാജ്യങ്ങളുണ്ട്. പിന്നെ കുറച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് ജർമ്മനി ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ എടുത്തു തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ഈ ചർച്ച ഞങ്ങൾ നടത്തിയപ്പോൾ അതിൽ സംബന്ധിച്ചത് ഉദ്ഘാടനം ചെയ്തത്, ആ വെബിനാർ ഉദ്ഘാടനം ചെയ്ത റെമിലിയൂസ് പിതാവായിരുന്നു. പിന്നെ അതിൽ മെയിനായിട്ട് സബ്ജക്ട് അവതരിപ്പിച്ചത് ഇന്നത്തെ നമ്മുടെ നിയുക്ത മുഖ്യമന്ത്രിയായ VD സതീശനായിരുന്നു. അതുപോലെ ഓസ്ട്രേലിയയിൽ നിന്നുള്ള മലയാളി മന്ത്രി ഉണ്ടായിരുന്നു. കാനഡയിൽ നിന്ന് അവിടുത്തെ ഒരു ലോക്കൽ പൊളിറ്റീഷ്യൻ, പിന്നെ ഇവിടെ UK-യിൽ നിന്ന്
മുൻ കേംബ്രിഡ്ജ് മേയർ, അങ്ങനെ കുറച്ച് പേരെ വെച്ച് നമ്മൾ ഈ പരിപാടി സംഘടിപ്പിച്ച് ഈ ഒരു അവബോധം നാട്ടിൽ സ്റ്റുഡന്റ് വിസ എന്നത് ഒരു സെറ്റിൽമെന്റ് രീതിയിലേക്ക് മാറാതെ ഒരു വിദ്യാഭ്യാസത്തിന് മാത്രം ഉപകരിക്കുന്ന രീതിയിൽ ഉപയോഗിക്കുക, ആലോചിച്ച് അതിന്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കി വിസയ്ക്ക് വേണ്ടി ശ്രമിക്കുക. ഈ ഒരു 10-15 തൊട്ട് അല്ലെങ്കിൽ ഒരു 45 ലക്ഷം വരെയും കാശ് കടമെടുത്ത് വന്ന് അതിന്റെ ഒരു പ്രയോജനം അവർക്ക് കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ അതിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എന്തായിരിക്കും എന്ന രീതിയിൽ ചിന്തിച്ച് വേണം ആ ഒരു രീതിയിൽ ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ഒരു അവബോധമായിരുന്നു കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ അതിന്റെ ഒരു സെക്കൻഡ് സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോ ഈ കഴിഞ്ഞ ഒരു 1.5 വർഷത്തിന്റെ ഇടയിൽ സ്റ്റുഡന്റ് വിസയ്ക്ക് വേണ്ടി കേരളത്തിൽ പുറത്തു പോകുന്നവരുടെ എണ്ണം വളരെയധികം കുറഞ്ഞു. പക്ഷെ ഈ പോയ ആൾക്കാരിൽ എന്താണ് ഇപ്പോൾ അവരുടെ അവസ്ഥ, എങ്ങനെയാണ് അവർ ഇപ്പോൾ തിരിച്ചു വരേണ്ട ഒരു അവസ്ഥയാണോ അതോ സെറ്റിൽമെന്റ് ആയോ എന്നുള്ളതാണ് ഇന്നത്തെ പ്രതിസന്ധിയുടെ മെയിൻ കാരണം. 2023 മൈഗ്രേഷൻ റിപ്പോർട്ട് പ്രകാരം ഉള്ളത് 2.5 ലക്ഷത്തോളം മലയാളികളായിരുന്നു. അപ്പൊ നമ്മളൊരു ജസ്റ്റ് ഒരു ഫിഗർ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോ ആ ഒരു 2023 നിന്ന് ഇന്നിപ്പോ 2026 നമ്മൾ എത്തിയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ ആൾക്കാർ പോയിരിക്കുന്നത് PGക്ക് പഠിക്കാനായിട്ടാണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ വരുന്നത് ഇപ്പൊ UK-യിലായാലും കാനഡയിലായാലും ഓസ്ട്രേലിയയിലൊക്കെ 1.5 to 2 years ആണ് വരുന്നത്. പിന്നെ അതിനുശേഷം മിക്കവാറും രാജ്യങ്ങളിലൊക്കെ എല്ലാം തന്നെ വരുന്നത് ഒരു 2 years സ്റ്റേ ബാക്ക് പീരീഡും കൂടി അവർക്ക് കൊടുക്കും. അത് ജോലി കണ്ടുപിടിക്കാനായിട്ടും അതുപോലെ പിന്നെ അതായത് ഒരു ജോബ് വിസ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് എന്താണ് അവരുടെ മാർഗം എന്ന് നിശ്ചയിക്കാനുള്ള രീതിയിൽ 2 വർഷം സ്റ്റേ ബാക്ക് പീരീഡ് ആണ് മിക്കവാറും എല്ലാ രാജ്യങ്ങളും തന്നെ കൊടുക്കുന്നത്. അപ്പൊ ഈ ആദ്യം പഠിക്കുന്ന കാലഘട്ടത്തിൽ ഓരോ വിദ്യാർത്ഥിക്കും ജോലി ചെയ്യാൻ മിക്കവാറും രാജ്യങ്ങളിൽ അലൗഡ് ആയിട്ടുള്ളത് ഒരു ആഴ്ചയിൽ 20 മണിക്കൂറാണ്. ചില സ്ഥലങ്ങളിൽ അത് വ്യത്യാസം വരും. അപ്പൊ ഈ ഒരു കാലഘട്ടം ഇപ്പോൾ ഓൾമോസ്റ്റ് അവസാനിക്കാറായിരിക്കുന്നു. അപ്പൊ ഈ 2023 മുൻപും മലയാളികൾ പോയിട്ടുണ്ട്, ശേഷവും മലയാളികൾ പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എക്സാക്ട് ആയിട്ടൊരു പഠനം ഇതുവരെ കേരള ഗവൺമെന്റ് നടത്തിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടോ അല്ലെങ്കിൽ എത്ര ആൾക്കാർ വരും എന്ന് നമുക്ക് തീർപ്പ് പറയാനോ പറ്റുകയില്ല. പിന്നെ അതും അല്ല, ഈ വരേണ്ട വ്യക്തികൾ നാട്ടിലേക്ക് വരാതെ പുതിയൊരു സ്റ്റുഡന്റ് വിസ എടുത്ത് ഇപ്പോൾ താരതമ്യേന ഏറ്റവും നല്ലത് എന്ന് പറയപ്പെടുന്ന ജർമ്മനിയിലേക്ക് പോവുകയോ അല്ലെങ്കിൽ തിരിച്ച് ഗൾഫിലേക്ക് പോവുകയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യങ്ങളിലേക്ക്, ഇപ്പൊ യൂറോപ്പിൽ വേറെ പല രാജ്യങ്ങൾ, ചെറിയ ചെറിയ രാജ്യങ്ങൾ ഇപ്പൊ ഇംഗ്ലീഷിൽ തന്നെ പഠനം പ്രോത്സാഹിപ്പിക്കുകയും അവിടെ സെറ്റിൽമെന്റ് തരാം എന്നുള്ള രീതിയിൽ വാഗ്ദാനങ്ങൾ നൽകി പല വിദ്യാർത്ഥികളും പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രവർത്തനം ഇപ്പോൾ ഒരു 1-2 വർഷമായിട്ട് ബാക്കി ഇഷ്യൂസ് വന്നു തുടങ്ങിയപ്പോഴാണ് അതൊക്കെ തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു കണക്ക് എവിടെയും ലഭ്യമല്ല. എന്നിരുന്നാൽ തന്നെയും ഈ 2.5 ലക്ഷം 2023 ഉണ്ടായിരുന്ന മലയാളികളിൽ നിന്ന് ഏകദേശം 30,000-ഓളം ആണ് എക്സ്പെക്ടഡ്. ഈ ഒരു കണക്കിലേക്ക് എത്തിയിരിക്കുന്നത് 2023 മൈഗ്രേഷൻ സർവേ ചെയ്ത ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൈഗ്രേഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്ന പ്രൊഫസർ ഇടുടയ രാജനാണ് ആ ഒരു മൈഗ്രേഷൻ സർവേ കേരള ഗവൺമെന്റിന് വേണ്ടി ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിന്റെ മകനും ഞാനും ഡിസ്കസ് ചെയ്ത് പല റിസോഴ്സസിൽ നിന്ന് ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ഞാനും അദ്ദേഹത്തിന്റെ മകനായ രോഹിത്തും ചേർന്നാണ് ഈ ഒരു ഫിഗറിലേക്ക് എത്തുന്നത്. പിന്നെ കൺസൾട്ടഡ് വിത്ത് ഫോമർ അഡീഷണൽ ചീഫ് സെക്രട്ടറി MP ജോസഫ് IAS, പിന്നെ മുൻ കേംബ്രിഡ്ജ് മേയർ ബൈജു തെറ്റാല സാർ, അതുപോലെ ടോം ആദിത്യ, മുൻ ബ്രിസ്റ്റോൾ മേയർ ടോം ആദിത്യ സാർ, അങ്ങനെ കുറച്ച് പേരെയൊക്കെ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഒരു കളക്റ്റീവ് ആയിട്ടുള്ള നമുക്ക് കിട്ടാവുന്ന ഡേറ്റ അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം സംഘടിപ്പിച്ച് അപ്രോക്സിമേറ്റ് ആണ് നമുക്ക് പറയാൻ, കൃത്യമായിട്ടുള്ള നമ്പേഴ്സ് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. അതിനൊരു സ്റ്റഡിയാണ് ഏറ്റവും ആദ്യം നടത്തേണ്ടത്. 30,000 മലയാളികളാണ് എക്സ്പെക്ടഡ് ആയി, മോർ ഓർ ലെസ് 30,000 നമുക്ക് ഈ ഒരു വർഷം അല്ലെങ്കിൽ ഒരു 1.5 വർഷം 2 വർഷത്തിനിടയിൽ ഈ കേരളത്തിലേക്ക് മടങ്ങുവാൻ സാധ്യതയുള്ളൂ. അവർക്ക് നാട്ടിലേക്ക് വരുമോ അതോ വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോകുമോ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. ഒരു കാര്യം കൂടി, ഇപ്പൊ നമുക്കറിയാം ഈ ഇടയ്ക്ക് പുറത്തിറങ്ങിയ വാഴ 2 സിനിമയില് അങ്ങ് നേരത്തെ സൂചിപ്പിച്ച ആ ഒരു പ്രശ്നത്തിന്റെ ഒരു യാഥാർത്ഥ്യം വളരെ മനോഹരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. UK-യിൽ ഈ പഠനത്തിനായിട്ടൊക്കെ ഈ +2 കഴിഞ്ഞു പോകുന്ന 2 വിദ്യാർത്ഥികൾ നേരിടുന്ന ഒരു അവസ്ഥ. അപ്പോൾ ഒരു കാര്യം കൂടി ഞാൻ ജോസൂട്ടി സാറിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ലിയോണിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഇപ്പോൾ UK-യിൽ നിന്നാണ് അങ്ങ് സംസാരിക്കുന്നത്. ഈ ഒരു പ്രതിസന്ധി നേരിടുന്ന ആരെങ്കിലും ഒക്കെ ആയിട്ട് സംസാരിക്കാൻ സാധിച്ചിരുന്നു? അവരുടെ ഐഡന്റിറ്റി ഒന്നും പറയണ്ട, പക്ഷെ അവർ പങ്കുവെച്ച ആ ഒരു പ്രശ്നം, അവർ നേരിടുന്ന ആ ഒരു പ്രശ്നത്തിന്റെ ഒരു യാഥാർത്ഥ്യം ഒന്ന് പങ്കുവെക്കാൻ സാധിക്കുമോ? ഈ ഒരു പ്രശ്നങ്ങളെ കുറിച്ച് വിവരം അല്ലെങ്കിൽ ഒരു ഇൻഫർമേഷൻ ഇല്ലാത്തത് നാട്ടിലുള്ളവർക്കാണ്. UK-യിലോ അല്ലെങ്കിൽ കാനഡയിലോ ഓസ്ട്രേലിയയിലോ അവിടെ ഉള്ളവർക്ക് ഇതെല്ലാം നിത്യസംഭവമായി അവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ഒരു സ്റ്റുഡന്റ് ഇവിടെ എത്തുന്നു, UK-യിലോ അല്ലെങ്കിൽ കാനഡയിലോ എവിടെ എത്തിയാലും ഇവിടത്തെ രാജ്യങ്ങളിലെ അല്ലെങ്കിൽ റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസികൾ അല്ലെങ്കിൽ ജോബ് നൽകുന്നവർ
ഏറ്റവും ആദ്യം ഒരു പ്രൊഫഷണൽ ജോബിന് അവർ ചോദിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് UK എക്സ്പീരിയൻസ് ഉണ്ടോ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് കാനഡ എക്സ്പീരിയൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഓസ്ട്രേലിയ എക്സ്പീരിയൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഒരു ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് ഉണ്ടോ. ഏറ്റവും ആദ്യം ഇതിന്റെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നത് നമ്മൾ വിദ്യാഭ്യാസം, അതായത് ഒരു ഡിഗ്രി കഴിഞ്ഞ് അതേ വർഷമാണ് മിക്കവാറും വിദ്യാർത്ഥികൾ ഉപരിപഠനത്തിനായിട്ട് വിദേശ രാജ്യങ്ങളിൽ പോകുന്നത്. അങ്ങനെ ഒരിക്കലും പോകാൻ പാടില്ല. കാരണം ഈ ചെല്ലുന്ന ആൾക്കാർക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഒരു മിനിമം 1 year എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾക്ക് സ്വന്തം പ്രൊഫഷനിൽ ജോലി കിട്ടാനുള്ള സാധ്യത വളരെ വിരളമാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഇപ്പോ സ്റ്റുഡന്റ് വിസ കാലയളവിൽ 20 മണിക്കൂർ മാത്രമാണ് മിക്കവാറും രാജ്യങ്ങളിൽ ഒരു ആഴ്ചയിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു ടൈം പീരീഡിൽ നമുക്ക് ബേസിക് ജോബ്സ് ഒക്കെ മിക്കവാറും കിട്ടുള്ളൂ. പക്ഷെ അത് അങ്ങനെ തന്നെയാണ്, എല്ലാവർക്കും അറിയാം. പക്ഷെ അതിനുശേഷം ആ ഒരു സ്റ്റേ ബാക്ക് പീരീഡിൽ നമുക്ക് നമ്മുടെ പ്രൊഫഷനിൽ അല്ലെങ്കിൽ നമുക്ക് പറ്റാവുന്ന ജോലികളിൽ എത്തിപ്പെടണം. അതും ജോലി കിട്ടും, പക്ഷെ വിസയും കൂടിയ സ്പോൺസർഷിപ്പ് വിസയോട് കൂടിയുള്ള ജോലിയിലേക്ക് എത്തിപ്പെടണം. അതിന് പലർക്കും ഇവിടെ കഴിയുന്നില്ല. മെയിൻ കാരണം എന്ന് പറയുന്നത് UK എക്സ്പീരിയൻസ് ഇല്ല, അല്ലെങ്കിൽ ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് ഇല്ല, അങ്ങനെയുള്ളവരെയാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്നുള്ള രീതി. ഇപ്പൊ ഒരു ജോബ് വേക്കൻസി വന്നാൽ ചിലപ്പോൾ ഒരു 100-200 ആൾക്കാരായിരിക്കും അപേക്ഷിക്കുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തെ പ്രിഫറൻസ് പോകാൻ പോകുന്നത് ഇവിടുത്തെ നാഷണൽസ് ആയിട്ടുള്ളവരായിരിക്കുമല്ലോ. പിന്നെ അതിനുശേഷം സെക്കൻഡ് ക്രൈറ്റീരിയ എന്നുള്ള രീതിയിൽ പറയുന്നത് ഇപ്പോൾ വിദേശ രാജ്യങ്ങളിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കായിരിക്കും. അതിനും ശേഷം ഏറ്റവും അവസാനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന നിലയിൽ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്കായിരിക്കും ഇന്ത്യൻസ്, നമ്മൾ മലയാളികൾക്കുള്ളവരെയൊക്കെ എടുക്കാനുള്ളത്. പിന്നെ പണ്ടൊക്കെ കണ്ടിരുന്നത് ഇവിടെ സെറ്റിൽമെന്റ് രീതിയിലേക്കായിട്ട് വിസയ്ക്ക് വേണ്ടി സ്റ്റുഡന്റ് വിസയിൽ വന്നിരുന്നവർ ഇവിടെ വന്നിട്ട് ഹോസ്പിറ്റലിൽ സീനിയർ കെയർ അല്ലെങ്കിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് എന്നുള്ളൊരു ജോലിയിലേക്ക് മാറാനാണ് പണ്ട് മിക്കവാറും ശ്രമിച്ചിരുന്നത്. അപ്പൊ അതിനും ഇപ്പോൾ ഒരു 1.5 വർഷമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ഈവൻ എഞ്ചിനീയർമാർ പോലും പല ആൾക്കാരുകൾ ഇവിടെ വർക്ക് ചെയ്യുന്നത് ഇപ്പൊ ഹോസ്പിറ്റലിൽ സീനിയർ കെയർ വിസയിലും അങ്ങനെ. ഇവിടെ ജോലി എന്നുള്ളത് മിക്കവാറും ഒരു എന്താ പറയാ, ഒരു ടൗൺ ബേസ്ഡ്, അതായത് മെയിൻ സിറ്റീസിന്റെ അറൌണ്ട് പോകുമ്പോൾ നമുക്ക് ആവശ്യമായ ജോലിയും കാര്യങ്ങളും നമ്മുടെ പ്രൊഫഷനിൽ തന്നെയുള്ള ജോലിയൊക്കെ കിട്ടും. പക്ഷെ കുറച്ച് റൂറൽ ഏരിയാസിലേക്കൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഈ ജോലിയൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷനിൽ കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. പിന്നെ നമ്മൾ നാട്ടിൽ നിന്ന് നോക്കുമ്പോൾ ഈ ട്യൂഷൻ ഫീസ് ഒക്കെ കുറവുള്ള റൂറൽ ഏരിയാസ്, ഒരു ഇന്റീരിയർ ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ നമ്മൾ സെലക്ട് ചെയ്ത് പോകും. പക്ഷെ അവിടെ ചെന്നിട്ട് നമ്മുടെ പ്രൊഫഷനുള്ള ജോലി കിട്ടുമോ ഇല്ലയോ എന്ന് ആരും ചിന്തിക്കാറില്ല. പിന്നെ സെക്കൻഡ്ലി, ഈ സീനിയർ കെയറർ വിസയിലേക്ക് മാറിയ ഒരുപാട് ആൾക്കാർ ചിന്തിച്ചിരുന്ന ഒരു കാര്യം എന്ന രീതിയിൽ ഹൈലി പ്രൊഫഷണൽസ് ആയിട്ടുള്ളവർ ചിന്തിച്ചിരുന്നത് ഒരു 5 വർഷമാണ് ഇവിടെ PR കിട്ടാനായിട്ട്, പെർമനന്റ് റെസിഡൻസി കിട്ടാനായിട്ടുണ്ടായിരുന്ന കാലയളവ് മുൻപ്, പുതിയ അപ്ഡേറ്റ് വരുന്നതിന് മുമ്പ്. അപ്പൊ ഈ 5 വർഷം നമ്മൾ എങ്ങനെയെങ്കിലും ഇവിടെ തള്ളി നീക്കുക. അതായത് ഹോസ്പിറ്റലിൽ ഒരു സപ്പോർട്ട് കെയറോ അല്ലെങ്കിൽ നഴ്സിംഗ് അസിസ്റ്റന്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ഉള്ള രീതിയിൽ തള്ളി നീക്കുക. 5 വർഷം അല്ലെങ്കിൽ വേറെ എന്തും ഒരു ബേസിക് ജോബ്സ്, ഏത് ജോബ്സ് എന്നുള്ള രീതിയിൽ അവർക്ക് ഹൈലി റിന്യൂമറേഷൻ കിട്ടും, ശമ്പളം കിട്ടും, അതിലൊന്നും ഇതില്ല. പക്ഷെ സ്വന്തം പ്രൊഫഷനിലായിരിക്കില്ല. അപ്പൊ ഈ ഒരു 5 വർഷം എങ്ങനെയെങ്കിലും തള്ളി നീക്കുക. അതിനുശേഷം PR കിട്ടിയതിനു ശേഷം നമുക്ക് ഒരു ഈ സ്പോൺസർഷിപ്പ് ജോബ്സിന്റെയോ അങ്ങനെയൊന്നും ആവശ്യമില്ല. അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള ജോലിക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം, നമ്മുടെ പ്രൊഫഷനിലേക്ക് നമുക്ക് തിരിച്ചു പോകാൻ ശ്രമിക്കാം. അങ്ങനെ പല പ്രവണതകളുമായിരുന്നു എല്ലാവരും കണ്ടുവരുന്നത്, എല്ലാവരും വിചാരിച്ചിരുന്നത്. പക്ഷെ ഈ കഴിഞ്ഞ വർഷത്തിന്റെ ഇടയിൽ ഇതിലൊക്കെ ഒരുപാട് ചേഞ്ചസ് വന്നു. അപ്പൊ ഗവൺമെന്റ് ഇപ്പോൾ ഈ സീനിയർ കെയറർ വിസ ഉള്ളവർക്ക് 5 വർഷമല്ല ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം, അപ്പോൾ ഇത് ഫൈനലൈസ്ഡ് ആയിട്ടില്ല, ഒന്നിലേക്ക് 10 അല്ലെങ്കിൽ 15 ഇയേഴ്സ് വരെ പോകാം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പറയുന്നത്. അതിൽ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല. ഈ വർഷം അത് വരും. അപ്പോ ഈ ഒരു 10 ഇയേഴ്സ് അല്ലെങ്കിൽ 15 ഇയേഴ്സ് ഈ സീനിയർ കെയർ വിസയിൽ ഹോസ്പിറ്റൽ അസിസ്റ്റന്റ് അല്ലെങ്കിൽ സീനിയർ കെയർ എന്നുള്ള നഴ്സിംഗ് അസിസ്റ്റന്റ് എന്നുള്ള രീതിയിൽ കണ്ടിന്യൂ ചെയ്യാൻ ഈ ആൾക്കാർക്ക് നിർബന്ധിതരാകുകയാണ്. അപ്പോ ഈ ഒരു 10 ഇയേഴ്സ് ഈ എക്സ്പീരിയൻസ് ഗ്യാപ്പ് വന്ന ഒരു വ്യക്തിക്ക് പിന്നീട് അവരുടെ പ്രൊഫഷനിലേക്ക് മടങ്ങി പോവുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. കാരണം ടെക്നോളജി മാറും, ആ ഒരു കാലഘട്ടത്തിന്റെ ആവശ്യകത മാറും. അപ്പൊ ഈ ഒരു 10 ഇയേഴ്സ് ഒരു എക്സ്പീരിയൻസ് ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ ഒരു പ്രതിസന്ധിയാണ്. പിന്നീട് അവർക്ക് ആ ഒരു രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടി വരും. പിന്നെ ഇതിൽ വരുന്ന വേറൊരു വിഷയം എന്ന് പറയുന്നത് ഈ സീനിയർ കെയറർ വിസയിലേക്ക് മാറുന്നത് പലരും ഈവൻ 5 to 15 lakhs ഒക്കെ കാശ് കൊടുത്തിട്ടൊക്കെ ആയിരുന്നു പല ആൾക്കാരും മാറിയിരുന്നത് മെയിൻ രാജ്യങ്ങളിലെല്ലാം തന്നെ. അപ്പോ അത് മിക്കവാറും മലയാളികളായിരുന്നു അതിന്റെ ഏജന്റ്സ് ആയിട്ട് പ്രവർത്തിച്ചിരുന്നവരെല്ലാം. അപ്പൊ ഈ മാറിയിരിക്കുന്ന ആൾക്കാർ 10 to 15 or maybe 5 to 15 lakhs കൊടുത്തിരിക്കുന്ന ആൾക്കാർ കൊടുക്കുന്നത് 3 years വിസയാണ്. അപ്പോ പണ്ടായിരുന്നെങ്കിൽ ഈ 3 years വിസ കിട്ടിയ ഒരു പ്രാവശ്യം കൂടിയും റിന്യൂ ചെയ്ത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ
നേരെ അവർക്ക് PR-ന്റെ കാലഘട്ടത്തിലേക്ക് എത്താൻ വരുന്നത്. പക്ഷെ ഇപ്പൊ അത് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വന്നില്ല എങ്കിൽ പോലും 10 to 15 years ആകും നമുക്ക് പ്രതീക്ഷിക്കേണ്ടത്. അപ്പോ ആ ഒരു കാലഘട്ടത്തിൽ 3 പ്രാവശ്യം കൂടുതൽ 2 വർഷമാവാം അല്ലെങ്കിൽ 3 വർഷമാവാം, അത് ഓരോ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അപ്പൊ പല പ്രാവശ്യം റിന്യൂവൽ വരും. ഈ ഒരു റിന്യൂവലിന്റെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അവർക്ക് ഉദ്ദേശിക്കുന്ന സാലറി ക്രൈറ്റീരിയ ജോലി ചെയ്യുന്ന സ്ഥാപനം കൊടുക്കാൻ തയ്യാറായില്ലെങ്കിൽ പിന്നീട് അവർക്ക് ചെയ്യാനൊരു മാർഗവുമില്ല, അവർക്ക് വേറൊരു ജോലി കണ്ടുപിടിക്കേണ്ടി വരും. അതായത് ഓരോ വർഷവും ഈ സാലറി ക്രൈറ്റീരിയ, ബേസിക് സാലറി റിക്വയർമെന്റും കാര്യങ്ങളും ഒക്കെ കൂടുമല്ലോ. അപ്പൊ ഈ ഒരു ജോലി ചെയ്യുന്നത് നമ്മൾ ഈവൻ 10-15 ലക്ഷം കൊടുത്തിട്ട് കയറിയ ഒരു സ്ഥലമാണെങ്കിൽ പോലും ഓരോ വർഷം ഇപ്പൊ 3 വർഷം കഴിഞ്ഞിട്ട് അവർക്ക് ഇതിനനുസരിച്ച് സാലറി കൂട്ടി കൊടുക്കണം എന്ന് നിർബന്ധമില്ല. ബേസിക് സാലറി ഒരു കാര്യം, ഈ വിസ അതായത് സ്പോൺസർഷിപ്പ് വിസ കൊടുക്കാനുള്ള റിക്വയർമെന്റും രണ്ടാണ്. ബേസിക് സാലറി അല്ല ഈ സ്പോൺസർഷിപ്പ് വിസയ്ക്ക് വേണ്ട ബേസിക് റിക്വയർമെന്റ് രണ്ടാണ്. അപ്പൊ അത് കൊടുക്കാൻ എല്ലാവരും തയ്യാറാവണം എന്ന് നിർബന്ധിതരാവുകയില്ല. നമുക്ക് ഈ 10-15 ലക്ഷം കൊടുത്തു എന്ന് പറയുന്നത് പോലും ഇതൊക്കെ ഇല്ലീഗലായിട്ട് കൊടുത്തതായിരിക്കും മിക്കവാറും ആൾക്കാർ. അപ്പോ അതല്ലാതെ ഒരു 0 മണി കാശ് വാങ്ങിച്ചിട്ട് പോലും ഒരുപാട് മലയാളികൾ ചെയ്തവരുണ്ട്, നല്ല രീതിയിൽ ചെയ്തവരുണ്ട്. അവര് മലയാളികളെ സഹായിക്കണമെന്ന രീതിയിൽ ചെയ്ത പോലും ആൾക്കാർ ഒരുപാട് പേരുണ്ട്. പക്ഷെ അതിന്റെ ഇടയിലും ചില ആൾക്കാർ, നമുക്കറിയാലോ, മലയാളികൾ കാശ് വാങ്ങിച്ച ഏജന്റ്മാർ മാതിരി ഇങ്ങനെ ചെയ്തവരുമുണ്ട്. അപ്പൊ ഈ ഒരു 10 years വരെ PR-ന് അവർക്ക് നിൽക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതും ഇഷ്യൂസ് ആണ്. ചില ഇഷ്യൂസ് ഇപ്പൊ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. അതായത് ഞങ്ങൾക്ക് ഇതിന്റെ റിക്വയർമെന്റ് ആയിട്ട് സാലറി കൊടുക്കാൻ പറ്റില്ല, അപ്പൊ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ജോലി കൊടുക്കാം. അപ്പൊ അവർ ചോദിക്കുകയാണ്, അപ്പൊ ഞാൻ ഓൾറെഡി ഒരു 10 to 15 lakhs തന്നതാണല്ലോ, അത് ഇവിടെ കൊടുക്കുമ്പോൾ അത് പൗണ്ടിലായിരിക്കാം കൊടുത്തിരിക്കുന്നത്, അത് ചിലപ്പോൾ നാട്ടിൽ കൊടുത്തതാവാം, ഇവിടെ അല്ലാതെ ഇല്ലീഗലായിട്ട് കൊടുത്തതാവാം, പല രീതിയിലും വന്നിട്ടുണ്ടാവും. അപ്പൊ ഈ ക്യാഷ് ഒക്കെ ഞങ്ങൾ തന്നതല്ലേ എന്ന് പറഞ്ഞാൽ അതിന് ഒരു ഡോക്യുമെന്റേഷനും ഒരു പ്രൂഫും ഇല്ല. അപ്പൊ അതും ഒന്നും വാലിഡ് ആയിട്ട് ഇവിടെ നിൽക്കുകയില്ല. നമുക്ക് ഗവൺമെന്റിന്റെ അടുത്ത് ഇതൊന്നും പറയാനും പറ്റില്ല. അപ്പോ ഈ ഒരു പ്രതിസന്ധി, ഇങ്ങനത്തെ പല കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കിടക്കേണ്ടതുണ്ട്. ഞാൻ അടുത്ത ഘട്ടത്തിൽ അങ്ങയിലേക്ക് തിരിച്ചു വരാം. ശ്രീ ജോസൂട്ടി ഒഴികെ അങ്ങൊരു അധ്യാപകൻ കൂടിയായിരുന്നു. അങ്ങ് കോളേജിൽ പഠിപ്പിച്ചിരുന്ന ആ ഒരു സാഹചര്യമല്ല ഇപ്പോൾ നിലവിലുള്ളത്. അന്ന് ഇപ്പോൾ നാട്ടിൽ തന്നെ എങ്ങനെയെങ്കിലും സെറ്റിലാവാൻ നോക്കുന്ന ഒരു മനോഭാവമായിരുന്നെങ്കിൽ ഇന്ന് വിദേശത്തേക്ക് പോയി എങ്ങനെയെങ്കിലും സെറ്റിലാവാൻ നോക്കുന്ന ഒരു മനോഭാവം. പക്ഷേ അതിന്റെ പരിണിത ഫലങ്ങൾ, അതിന്റെ ദുരന്ത ഫലങ്ങൾ, ആഫ്റ്റർ ഇഫക്റ്റ് ഇനി വരും വർഷങ്ങളിൽ നാം അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. പ്രത്യേകിച്ച് ഈ പോയവരും അല്ലെങ്കിൽ അവരുടെ കുടുംബാംഗങ്ങളിൽ പലരും അനുഭവിക്കാൻ പോകുന്ന ഒരു ദുരവസ്ഥയുടെ ചില സാഹചര്യങ്ങളാണ്, ചില സൂചനകളാണ് നേരത്തെ ശ്രീ ലിയോൺ ചൂണ്ടിക്കാട്ടിയത്. ഇത് നമ്മുടെ വിദ്യാഭ്യാസ മേഖല, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തകർച്ചയുടെ വലിയൊരു ഉദാഹരണം തന്നെയല്ലേ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഈ ഒരു പ്രശ്നം? ശ്രീ ജോസൂട്ടി. ഏതായാലും ഈ ഒരു വിഷയം ചർച്ച ചെയ്യാൻ ഷക്കീന TV ചാനൽ തയ്യാറായത് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. കാരണം വളരെ നിർണായകമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു വിഷയം എടുക്കുന്നത്. നമുക്കറിയാമല്ലോ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സാധ്യതകൾ ഉണ്ടായിട്ടും കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല വളരെ കുത്തഴിഞ്ഞ് നിൽക്കുകയാണ്. അതിന്റെ ഒരു ഇഫക്റ്റ് ആണ് യഥാർത്ഥത്തിൽ ഇന്ന് ആളുകൾ ഇവിടെ ഏതെങ്കിലും ഒരു ഡിഗ്രി കിട്ടിയോണ്ട് ജോലി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവിടുന്ന് പുറത്തു വരണം എന്ന ഒരു തരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നമ്മുടെ ഏറ്റവും അധികം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ളതും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ളതും ഗവേഷണ സ്ഥാപനങ്ങൾ ഉള്ളതുമായ ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷേ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം, അമിതമായ രാഷ്ട്രീയ പ്രസരം, അതുപോലെ തന്നെ അതിന്റെ ഭരണരംഗത്ത് ഉണ്ടായിരിക്കുന്ന അപാകതകൾ, യൂണിവേഴ്സിറ്റി തലത്തിൽ യഥാസമയം റിസൾട്ട് പുറത്തു വിടാത്തതിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, അപ്രന്റീസ്ഷിപ്പ് പോലുള്ള അല്ലെ ട്രെയിനിങ് പോലുള്ള സംഗതികളുടെ അഭാവം തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾ കാരണം കേരളത്തിൽ വിദ്യാഭ്യാസം ചെയ്താൽ മുന്നോട്ടേക്ക്, പോസ്റ്റ് ഗ്രാജുവേഷൻ അതുപോലുള്ള വിദ്യാഭ്യാസം ചെയ്തു കഴിഞ്ഞാൽ മുന്നോട്ടേക്കുള്ള സാധ്യതകൾ കുറവാണ് എന്നൊരു വലിയ ഭാഗം ചിന്തിക്കേണ്ട സാഹചര്യം ഉണ്ടായി. രണ്ടാമത്തെ സംഗതി ഇവിടുത്തെ തൊഴിൽ മേഖലയുടെ പ്രതിസന്ധിയാണ്. യഥാർത്ഥത്തിൽ എന്താണ് തൊഴിൽ മേഖലയുടെ പ്രതിസന്ധി? ഇപ്പോഴും നമ്മുടെ ആളുകൾ വിചാരിച്ചിരിക്കുന്നത് ഈ റിട്ടയർമെന്റ് പ്രായം 56 നിർത്തിക്കൊണ്ട് 56 വയസ്സാകുമ്പോഴത്തേന് ആളുകളെ റിട്ടയർ ചെയ്യിച്ചിട്ട് ആ പോസ്റ്റിലേക്ക് കയറാം എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കേരളത്തിന്റെ ഈ തൊഴിലുമായി ബന്ധപ്പെട്ട ഏറ്റവും വികലമായ ഒരു സമീപനമാണുള്ളത്. ഓരോ വർഷവും 100 കണക്കിന് ആളുകൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അങ്ങനെ പുറത്തിറങ്ങുന്നവർക്ക് പുതിയ തൊഴിലവസരങ്ങളും പുതിയ തൊഴിൽ ശാലകളും അതിനു പറ്റിയ തൊഴിൽ അന്തരീക്ഷവും ഇവിടെ ഉണ്ടാകണം. ഇവിടെ ഇപ്പോഴും 10-50 വർഷം മുമ്പത്തെ ആ ട്രേഡ് യൂണിയൻ തൊഴിൽ സംസ്കാരം നിലനിർത്തിക്കൊണ്ട്, അത് നിർമ്മാണ മേഖലയായാലും ഉൽപാദന മേഖലയായാലും ആ തരത്തിലുള്ള ഒരു തൊഴിൽ സംസ്കാരം നിലനിർത്തിക്കൊണ്ട് ഉള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്.
തൊഴിലാളികളെ മുഴുവൻ ചൂഷണത്തിന് വിധേയരാക്കപ്പെട്ടിരിക്കുന്നു എന്ന ആ ഒരു നൂറ്റാണ്ട് മുമ്പത്തെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഇപ്പോഴും യഥാർത്ഥത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ നിയമങ്ങൾ വളരെ വ്യക്തമാണ്. ഇവിടെ ചൂഷണത്തിന് എതിരായ സാഹചര്യങ്ങൾ ഇവിടെ ധാരാളമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അതൊന്നും സാധ്യമല്ല എങ്കിൽ പോലും ഇപ്പോഴും ആ ഒരു സമീപനം നിൽക്കുന്നത് കൊണ്ട് കേരളത്തിലേക്ക് പുതിയ തൊഴിൽ നടത്തുവായി വരുവാനോ പുതിയ നിക്ഷേപങ്ങൾ നടത്തുവാനോ ആളുകൾ തയ്യാറാകുന്നില്ല. അങ്ങനെ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടെങ്കിൽ അവർ നേരിടേണ്ടി വരുന്നത് വളരെ തിക്താനുഭവങ്ങളാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയ രംഗത്തുനിന്നും ട്രേഡ് യൂണിയൻ രംഗത്തുനിന്നും ഉദ്യോഗസ്ഥ രംഗത്തുനിന്നും നമുക്കറിയാം വലിയ വ്യവസായശാലകൾ. അതുകൊണ്ട് കേരളത്തിൽ മുതൽ മുടക്കാൻ തയ്യാറായിരുന്നവർ ഈ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ സങ്കരം ആക്രമിച്ചതിന്റെ പേരിൽ സംസ്ഥാനം തന്നെ വിട്ട് വേറെ സ്ഥലത്ത് പോയി തൊഴിൽശാലകൾ ആരംഭിച്ചതിന്റെ ഉദാഹരണങ്ങൾ നമുക്കിവിടെയുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ പുതിയൊരു ഗവൺമെന്റ് അധികാരത്തിലേക്ക് വരികയാണ്. കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖല സംബന്ധിച്ചും തൊഴിൽ മേഖല സംബന്ധിച്ചും സമഗ്രമായ ഒരു പൊതു സമീപനം, ഒരു നയ സമീപനം ഇവിടെ രൂപപ്പെടുത്തേണ്ടതുണ്ട്. ഈ പഴയ നയത്തിൽ നിന്ന് മാറി തൊഴിൽ നയത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന നയത്തെ സംബന്ധിച്ചിടത്തോളം സമഗ്രമായ മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. എവിടെയാണ് വിദ്യാർത്ഥികളുടെ കർമ്മശേഷി ഇന്ന് നശിപ്പിക്കപ്പെട്ടു പോകുന്നത്? വേറൊന്നുമല്ല, അത് അമിതമായ വിദ്യാർത്ഥി രാഷ്ട്രീയം തന്നെയാണ്. രാഷ്ട്രീയം പാടില്ലെന്നോ രാഷ്ട്രീയം വേണ്ടെന്നോ അല്ല പറയുന്നത്, മറിച്ച് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികൾ ഏർപ്പെടേണ്ടത് പഠനകാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ആ പഠനകാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുള്ള വിദ്യാർത്ഥികൾ പഠനത്തിന് ശേഷം അവർക്ക് രാഷ്ട്രീയത്തിലേക്കൊക്കെ ഇറങ്ങാൻ കഴിയും. ലോകമെമ്പാടും എടുത്തോളാം, ഇന്ത്യ മാത്രമല്ലല്ലോ, എത്രയോ രാജ്യങ്ങളുണ്ട്, വികസിത രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് നമ്മുടെ ആളുകൾ പഠിക്കാൻ വേണ്ടി പോകുന്ന യൂറോപ്യൻ രാജ്യങ്ങളും ഓസ്ട്രേലിയയും ന്യൂസിലാൻഡും ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആ കൃത്യസമയത്തിനുള്ളിൽ അവർക്ക് വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിയുന്നുണ്ട്. ആ ഒരു സാഹചര്യം ഈവൻ കേരളത്തിന് പുറത്തുള്ള പല സംസ്ഥാനങ്ങളിലും ആ സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന് പുറത്തു പോയി പഠിക്കാനായിട്ട് ആളുകൾ തയ്യാറാകുന്നത്. അപ്പൊ ഇവിടെ സമഗ്രമായി നമ്മുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട നയ സമീപനത്തിലും സർക്കാർ സമീപനത്തിലും രാഷ്ട്രീയ പാർട്ടിയുടെ സമീപനത്തിലും ഒരു സമഗ്രമായ മാറ്റമുണ്ടായി ഇവിടുത്തെ വിദ്യാഭ്യാസത്തിന്റെ മേഖല മാറ്റിമറിക്കാൻ കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് വിദേശികൾ പോകുന്നതിന് പകരം പുറത്തുള്ളവർ ഇവിടേക്ക് കൊണ്ടുവരാനായിട്ടുള്ള സാഹചര്യം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ തന്നെ ഏതാണ്ട് നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സെൽഫ് ഫൈനാൻസ് സ്ഥാപനങ്ങളിൽ പലതിലും ആഫ്രിക്കയിൽ നിന്നും അതുപോലുള്ള രാജ്യങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ എത്തുന്നുണ്ട്. അപ്പൊ ശരിക്കും നമ്മൾ നോക്കേണ്ടത് ലോകത്തിലെ തന്നെ ഏറ്റവും മെച്ചപ്പെട്ട കാലാവസ്ഥയും ജലലഭ്യതയും അതുപോലെ തന്നെ ഉയർന്ന സാക്ഷരതാ നിരക്കും ഉയർന്ന ജീവിത സൗകര്യമുള്ള കേരള സംസ്ഥാനത്തെ ആഗോള വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബാക്കി മാറ്റുന്നതിനുള്ള ഒരു ശ്രമങ്ങൾ നടത്തിയാൽ അത് ഇവിടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. രണ്ടാമത്, ഇവിടെ പരിസ്ഥിതിക്ക് അനുകൂലമായി പരിസ്ഥിതി തകരാറുണ്ടാകുക കൊണ്ടുവരികയും പ്രത്യേകിച്ച് IT മേഖലയുമായി ബന്ധപ്പെട്ട് ടൂറിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഈ മേഖലയിലുള്ള ടൂറിസം അങ്ങ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഓരോ വർഷവും പുറത്തിറങ്ങുന്ന ആളുകൾക്ക് ഇവിടെ തന്നെ തൊഴിൽ കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകുകയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ നിന്നും അതുപോലെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടേക്ക് വിദ്യാർത്ഥികൾ പഠിക്കാനെത്തുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പൊ ആ തരത്തിലൊരു സമഗ്രമായ ഒരു മാറ്റം ആന്തരികമായി നമ്മുടെ സംസ്ഥാനത്തിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ സംസ്ഥാനത്ത് ജനങ്ങൾക്ക് നിലനിൽക്കാൻ സാധ്യതയുള്ളൂ. ഇപ്പോൾ ആളുകൾ എങ്ങനെയെങ്കിലും +2 പാസ്സാകുമ്പോൾ തന്നെ ഇവിടുന്ന് വിട്ടുപോവുക എന്ന ലക്ഷ്യത്തിലേക്കാണ് വരുന്നത്. അവിടെ ചെന്ന് എങ്ങനെയും കഴിയാം, ഇവിടുത്തേക്കാളും മെച്ചമായിരിക്കും അവിടെ എന്ന ഏതോ ഒരു ധാരണയിൽ വെച്ചുകൊണ്ടാണ് ആൾക്കാർ ഇവിടുന്ന് പോകുന്നത്. ഭക്ഷണത്തിന് വിഷമിക്കുന്ന ഇപ്പോ ലിയോൺസ് ഇവിടെ പറഞ്ഞപ്പോ സൂചിപ്പിച്ചതുപോലെ അവിടെ എനിക്ക് നേരിട്ടറിയാം. ഭക്ഷണത്തിന് ഇവിടുന്ന് മാസം വീട്ടിൽ നിന്ന് പൈസ അയച്ചു കൊടുക്കേണ്ട വിദ്യാർത്ഥികളെ അവസ്ഥ എനിക്കറിയാം. കേരളത്തിൽ നിന്ന് പൈസ കിട്ടിയില്ലെങ്കിൽ അവരവിടെ പഞ്ഞു കിടക്കാണ്. അതുപോലുള്ള ദുരിതപൂർണമായ സാഹചര്യത്തിലേക്ക് പല വിദ്യാർത്ഥികൾ ഇപ്പോൾ ഇതിനോടകം എത്തിപ്പെട്ട് കഴിഞ്ഞു. അപ്പൊ വരാൻ പോകുന്ന ഗവൺമെന്റിന് മുമ്പിലെ പ്രയോറിറ്റിയിൽ ഒന്ന് ഈ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളുടെ പരിഹാരമായിരിക്കണം. അത് വിദേശത്ത് പോയവരുടെ മാതാപിതാക്കൾ ഇവിടെ നേരിടുന്ന പ്രതിസന്ധികൾ, അവരുടെ വിദ്യാഭ്യാസ വായ്പകൾ, ആ വായ്പകൾക്ക് കൊടുക്കേണ്ടി വരുന്ന അമിതമായ പലിശ, അത് തിരിച്ചടയ്ക്കാൻ കഴിയാത്തതിന് പേരിൽ കിടപ്പാടം ഉൾപ്പെടെ നഷ്ടപ്പെടാൻ പോകുന്ന സാഹചര്യം, അതുപോലെ അവിടുന്ന് തിരിച്ചു വരാൻ പോകുന്ന ആളുകൾ ഇവിടെ വന്നാൽ അവർക്ക് എന്ത് കൊടുക്കാൻ കഴിയും എന്ന കാര്യം, ഇതിനെല്ലാം ഒരു സമഗ്രമായിട്ടുള്ള ഒരു നയം രൂപപ്പെടുത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ വിപുലമായ പദ്ധതികൾ ഇവിടെ ആവിഷ്കരിക്കുകയും ചെയ്യണം. ഈ കാര്യത്തിൽ ഈ റിപ്പാർട്ടിയേഷന്റെ കാര്യത്തിൽ വളരെ ഫലപ്രദമായി പ്രവർത്തിക്കുന്ന ഒരു മന്ത്രാലയം തന്നെ നമുക്ക് ഇവിടെ ആവശ്യമുണ്ട്. തീർച്ചയായും കേരളത്തിന്റെ യൂത്ത് കമ്മീഷനൊക്കെ ഉണ്ട് ഇവിടെ. പക്ഷെ അതല്ല, കേരളത്തിന്റെ യൂത്തിന്റെ ഇഷ്യൂസ് അഡ്രസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റം നമുക്കിവിടെ കൊണ്ടുവരേണ്ടതുണ്ട്. അതിലേക്കുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത്. കത്തോലിക്ക കോൺഗ്രസിന്റെ യൂത്ത് കൗൺസിലാണ്, നമുക്കറിയാമല്ലോ, ഇത്തവണ വളരെ സമഗ്രമായ ഒരു പഠനം ലിയോൺസിന്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ട് അവര് വിവരങ്ങൾ ഗവൺമെന്റിനെ അറിയിച്ചുള്ളൂ. തീർച്ചയായും വരാൻ പോകുന്ന ഗവൺമെന്റിൽ ഈ കാര്യം ഉന്നയിച്ചുകൊണ്ടുള്ള സമ്മർദ്ദ തന്ത്രങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. അത് ഒരു കൂട്ടായ പ്രവർത്തനമായിട്ട് വേണം അത് വരുവാനായിട്ട്.
അപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ ആ വകുപ്പുകളിലെ തന്നെ ആ വകുപ്പിൽ തന്നെ സമഗ്ര മാറ്റങ്ങൾ ഉണ്ടാകണം. അത്തരം ഒരു ചലനാത്മകമായ രീതിയിൽ വിദ്യാഭ്യാസ വകുപ്പിനെ മാറ്റാൻ കഴിയും എന്ന് ഉറപ്പുള്ളവരുടെ കയ്യിലേക്ക് വേണം വിദ്യാഭ്യാസ വകുപ്പ് നൽകുവാനായിട്ട്. സാമ്പ്രദായികമായ രീതിയിൽ പഴയതുപോലെ തന്നെ വിദ്യാഭ്യാസത്തെ കൊണ്ടുനടക്കുന്നവരാണ് ഇനിയും വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും അത് കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കുകയുള്ളൂ. അതുകൊണ്ട് സമഗ്രമായ ഒരു സമീപനം ഈ കാര്യത്തിൽ ഉണ്ടാകണം എന്നാണ് എനിക്ക് പറയുന്നത്. ലാസ്റ്റ് ഘട്ടം ഇത് ലിയോണിലേക്ക് വരികയാണ്. ലിയോൺ, നമ്മൾ നേരത്തെ ഇതിന്റെ തൊഴിൽ മേഖലയിലെ പല പ്രശ്നങ്ങളും അവർ നേരിടുന്ന പല പ്രശ്നങ്ങളും ചർച്ച ചെയ്തിരുന്നു. ഇനി മറ്റൊരു തലത്തിലേക്ക് പോകുമ്പോൾ ഈ സാമൂഹ്യമായിട്ടും അല്ലെങ്കിൽ കുടുംബപരമായിട്ടും ഈ ഒരു വിഷയം വലിയൊരു പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോകുന്നില്ലേ? ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ അവിടെ വിസ ലഭിക്കുവാൻ വേണ്ടിയിട്ട് പല വ്യാജ വിവാഹങ്ങൾ നേരത്തെ അങ്ങ് പറയുകയുണ്ടായി. 15-25 ലക്ഷം മുതൽ 45 ലക്ഷം വരെ ഈ വായ്പ എടുത്തിട്ടാണ് പലരും ഇവിടേക്ക് വരുന്നത്. ഇനി ഒരു ജോലി ലഭിക്കാതെ ഈ പറയുന്നവർ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കുടുംബങ്ങളിൽ അത് സൃഷ്ടിക്കുന്ന പ്രതിസന്ധി, മാനസിക സമ്മർദ്ദം, വിഷാദം, വലിയൊരു ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരു അവസ്ഥ, വലിയൊരു പ്രശ്നം തന്നെയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ ഈ വിസ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വ്യാജ വിവാഹങ്ങളൊക്കെ കഴിക്കുന്നത് വലിയൊരു പ്രശ്നം തന്നെയല്ലേ, പ്രത്യേകിച്ച് ഈ മലയാളികളായിട്ടുള്ള യൂത്തിന്റെ ഒക്കെ ഇടയിൽ? അതിനെപ്പറ്റി എന്തെങ്കിലും സംഭവങ്ങൾ അല്ലെങ്കിൽ ഉദാഹരണങ്ങൾ അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമെങ്കിൽ നന്നായിരുന്നു. ശ്രീലിയോ. ഞങ്ങൾ കത്തോലിക്ക കോൺഗ്രസ് യൂത്ത് കൗൺസിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ തന്നെ ഇതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത്, ഇപ്പോൾ വിസ കഴിയാറാകുമ്പോൾ ഉള്ള ഫസ്റ്റ് ചോയ്സ് എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഫേക്ക് മാരേജസോ അല്ലെങ്കിൽ ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ഫേക്ക് മാരേജോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഇല്ലീഗലായ മാർഗത്തിലൂടെ ഒരു വിസ സംഘടിപ്പിക്കാനായിട്ട് അതിനും വീണ്ടും ഒരു 5, 10, 15 ലക്ഷം ചെലവഴിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. പക്ഷെ ഈ വിസ കിട്ടിയാൽ പോലും അതിനൊരു പ്രശ്നമുണ്ട്. ഈ ഇല്ലീഗലായിട്ട് കിട്ടുന്ന വിസ എന്ന് പറയുന്നത് അവർക്കൊരു വിസ ഏതെങ്കിലും ഒരു കമ്പനിയുടെ പേരിൽ കിട്ടും. അതിനുശേഷം അവർ വേറെ എവിടെയെങ്കിലും പോയിട്ട് ജോലി സംഘടിപ്പിക്കണം. അപ്പൊ അത് വരുന്ന സമയത്ത് ആസ് പെർ ദ ലോ ഇൻ UK നമുക്ക് ഈ വിസ തന്ന സ്ഥാപനത്തിൽ മാത്രമേ ജോലി ചെയ്യാൻ പാടുള്ളൂ. അതാണ് ലോ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഇല്ലീഗൽ രീതിയിൽ വിസ സംഘടിപ്പിക്കുന്നവർ ആ വിസ ഉപയോഗിച്ച് മറ്റെവിടെയെങ്കിലും പോയി ജോലി ചെയ്യും. പക്ഷെ ഇതിന്റെ റിന്യൂവൽ ടൈം 2 ഇയേഴ്സിന് ശേഷം വരുന്ന സമയത്ത് അത് പിടിക്കപ്പെടും. അപ്പൊ അങ്ങനെ ഒരു പ്രവണത വരുന്നു. പിന്നെ ഇല്ലീഗൽ മാരേജസിന്റെ ഒപ്പം തന്നെ പാർട്ട്നേഴ്സ് എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ഗേ കപ്പിൾസ് അല്ലെങ്കിൽ ലെസ്ബിയൻ കപ്പിൾസ് എന്നുള്ള രീതിയിലുള്ള മാരേജസും കാര്യങ്ങളും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഇതൊക്കെ കോമൺ ആണ്. നമുക്ക് അവിടെ നാട്ടിൽ നിന്ന് ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു കൗതുകം തോന്നുമായിരിക്കാം. പക്ഷെ UK-യിലോ ഓസ്ട്രേലിയയിലോ കാനഡയിലോ ഇതൊക്കെ സർവ്വസാധാരണമായി നടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഫേക്ക് മാരേജസ് എന്ന രീതിയിൽ തന്നെ ബാക്കി 2 പ്രവണതയും ഇവിടെയൊക്കെ വരുന്നുണ്ട്. പിന്നെ അതല്ലാതെ വരുന്ന ഈ നാട്ടിലേക്ക് വരാതിരിക്കാനുള്ള ഒരു പ്രവണതയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് മാതിരി ജർമ്മനി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുന്നത്. പിന്നെ ഇതിന്റെയൊക്കെ ഒരു ഭവിഷ്യത്ത് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്രഷൻ, അതുപോലെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. പിന്നെ വീട്ടിൽ പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഈ സ്റ്റുഡൻസിന് മാത്രമല്ല ഇതിന്റെ ഒരു എഫക്ട് വരുന്നത്, അവരുടെ മാതാപിതാക്കൾക്കും കുടുംബക്കാർക്കും അതുപോലെ അവരുടെ ബന്ധുക്കൾക്കും എല്ലാം ഈ ഒരു വിഷയം വരുന്നുണ്ട്. മാതാപിതാക്കൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എന്റെ മകൻ അല്ലെങ്കിൽ എന്റെ മകൾ UK-യിലാണ്, കാനഡയിലാണ്, ഓസ്ട്രേലിയയിലാണ് എന്ന് ഒരു പൊങ്ങച്ചം പറയാൻ അല്ലെങ്കിൽ അവരൊരു പ്രൈഡിന് വേണ്ടി ഈ 18, 20, 21 വയസ്സുള്ള മക്കളെ പുറത്തേക്ക് വിടുന്നതിന് മുൻപ് ചിന്തിക്കേണ്ട എല്ലാ വശങ്ങളും ചിന്തിക്കണം. എന്റെ ഒരു പ്രൈഡിന് വേണ്ടിയാണ് എന്റെ മകന്റെ ഫ്യൂച്ചർ ഞാൻ തുലയ്ക്കുന്നതെന്ന് പിന്നീട് ഒരിക്കലും ഈ മാതാപിതാക്കൾ ചിന്തിക്കുന്ന ഒരു അവസ്ഥ അവരൊരിക്കലും വരുത്തരുത്. അപ്പൊ സെറ്റിൽമെന്റിന് വേണ്ടിയുള്ള രീതിയിലായിട്ട് പുറത്തേക്ക് വിദ്യാഭ്യാസത്തിന് വരുന്നതിന് പകരം വിദ്യാഭ്യാസത്തിന് വേണ്ടിയായി പുറത്തേക്ക് വരിക എന്നുള്ളതാണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യം. പിന്നെ ഈ ഒരു റിപ്പോർട്ട് പ്രകാരം നമ്മൾ അത് കാത്തലിക് കോൺഗ്രസ് യൂത്ത് കൗൺസിലിൽ നിന്ന് ഞാനും അതുപോലെ ജനറൽ കോർഡിനേറ്റർ ഷിജോ എടയാടിലും കൂടി ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ സീറോ മലബാർ സഭയുടെ തലവനായിട്ടുള്ള മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടേൽ പിതാവുമായി ഒരുപാട് നേരം ചർച്ച ചെയ്യുകയും തട്ടേൽ പിതാവ് ഇതിനെക്കുറിച്ച് വളരെയധികം ആഴത്തിൽ മനസ്സിലാക്കുകയും അതിനുവേണ്ടിയുള്ള ചർച്ചകളും കാര്യങ്ങൾക്കും മുൻകൈ എടുക്കും എന്ന് നമ്മളോട് പറയുകയും ചെയ്തു. ആ ഒരു റിപ്പോർട്ട് അതിനുശേഷമാണ് ഞങ്ങൾ ഇപ്പോ നമ്മുടെ നിയുക്ത മുഖ്യമന്ത്രിയായിട്ടുള്ള VD സതീശനും അതുപോലെ എക്സ് മിനിസ്റ്റർ ആയിട്ടുള്ള P രാജീവ്, അതുപോലെ അനൂപ് ആന്റണി, ഇങ്ങനെയുള്ള എല്ലാ രാഷ്ട്രീയ മുന്നണികൾക്കും, നമ്മളൊരു മുന്നണിക്ക് മാത്രമല്ല എല്ലാ രാഷ്ട്രീയ മുന്നണികൾക്കും ഇത് പ്രസന്റ് ചെയ്യുകയും VD സതീശൻ ഇതിനെക്കുറിച്ച് വെൽ സ്റ്റഡീഡ് ആണ്. അദ്ദേഹം ഓൾറെഡി ഈ ഇന്ത്യയിൽ നിന്ന്, കേരളത്തിൽ നിന്ന് പുറത്തേക്ക് വിദേശ പഠനത്തിന് വേണ്ടി പോകുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം കുറയ്ക്കാനും അതിനൊരു ബോധവൽക്കരണത്തിനും എന്നുള്ള രീതിയിൽ ഒരു മിനിസ്റ്റർ പോലും പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ് ഇലക്ഷന് മുൻപ്. അത് ഇനി എങ്ങനെയാണ് വരുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ കാത്തലിക് കോൺഗ്രസ് യൂത്ത് കൗൺസിലിന്റെ
ഭാഗത്ത് നിന്നും ഞങ്ങൾ ഒരു റിക്വസ്റ്റ് മാതിരി ഇതുകൂടിയും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഒരു മിനിസ്ട്രി വരികയാണെങ്കിൽ അതിന്റെ അണ്ടറിൽ തന്നെ ഈ തിരിച്ചു വരുന്ന ആൾക്കാരുടെ കൂടുകൾ, ഈ തിരിച്ചു വരുന്ന സ്റ്റുഡൻസ് ഉണ്ടല്ലോ, 15 മുതൽ ഒരു 45 ലക്ഷം വരെ കടന്നു വരുത്തി വെച്ച് വരുന്ന ആൾക്കാരുകൾ, ആ ഒരു സ്റ്റുഡൻസിനെ കൂടിയും ഈ ഒരു മിനിസ്ട്രിയിൽ ഇൻക്ലൂഡ് ചെയ്ത് അവർക്ക് വേണ്ടിയുള്ള എന്താ നമുക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളത് കൂടിയും ചർച്ച ചെയ്യണം. ഫസ്റ്റത്തെ കാര്യം, നമുക്ക് നോർക്ക റൂട്ട് വഴി അങ്ങനെ ഒരു രജിസ്ട്രേഷൻ, ഈ തിരിച്ചു വരുന്നവരെ കുറിച്ച് നമുക്കൊരു നമ്പേഴ്സ് വേണം, ആ ഒരു രജിസ്ട്രേഷൻ വേണം. അതൊന്നാമത്തെ കാര്യം. എന്നാലാണ് നമുക്ക് തിരിച്ചു എത്തിയ ആൾക്കാരെ കുറിച്ച് നമുക്ക് അറിയാൻ. പിന്നെ നമുക്കൊരു സർവേ നടത്തണം. ഈ തിരിച്ച് വരുന്നതല്ലാതെ പുറത്തേക്ക് പോകുന്ന വേറെ രാജ്യങ്ങളിലേക്കോ വേറെ സ്ഥലങ്ങളിലേക്കോ പോകുന്നവർക്കും ഈ ഒരു സെയിം എഫക്ട് തന്നെയാണ് വരുന്നത്. അവർക്കും ഈ 15 മുതൽ 45 ലക്ഷം വരെയും അവർ ഒരു വിദ്യാഭ്യാസ വായ്പ ഉള്ളവരാണ്. അപ്പൊ സർവേ നടത്താതെ ഈ നോർക്കെ രജിസ്ട്രേഷൻ മാത്രം വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ വരുന്നവർ മാത്രമേ നമുക്ക് നമ്പേഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു സർവേ, ഇപ്പൊ ഈ കേരള മൈഗ്രേഷൻ സർവേ നടത്തിയ മാതിരി ഒരു സർവേയിൽ ഈ ഒരു നമ്പേഴ്സ് കൂടി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. പിന്നെ ഈ ഒരു രജിസ്ട്രേഷൻ വെച്ചിട്ട് നോർക്ക റൂട്ട്സ് വഴി നമുക്ക് വിദേശത്തേക്ക് ഇവർക്ക് പറ്റിയ ഒരു ജോലിയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഹെൽപ്പോ എന്തെങ്കിലും ഗവൺമെന്റ് ചെയ്യണം. അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, നാട്ടിൽ നിന്ന് നോർക്ക റൂട്ട്സിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് വിദേശത്ത് ജോലി കിട്ടുന്നതിനേക്കാളും എളുപ്പമായിരിക്കും ഓൾറെഡി വിദേശത്ത് നിന്ന് പഠിച്ചു വന്നവരോ അല്ലെങ്കിൽ വിദേശത്ത് ജോലി ചെയ്ത് പരിചയമുള്ളവർക്കോ ജോലി കിട്ടാൻ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാട്ടിൽ ഒരാൾക്ക് ഒരു പുതിയൊരു ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാനാണ് പോകുന്നത്. മറ്റ് ഈ ഒരു വിഭാഗം എന്ന് പറയുന്നത് ഇത്രയധികം കടം വരുത്തി വെച്ച ഒരു വിഭാഗമാണ്. അപ്പൊ അവരെ നമ്മളൊന്ന് സ്പെഷ്യലൈസ് കൺസിഡർ ചെയ്യുക തന്നെ ചെയ്യണം. വ്യക്തമാണ്. ഞാൻ ഏറ്റവും ലാസ്റ്റ്, നമുക്ക് സമയം അതിക്രമിച്ചു, ഒരിക്കൽ കൂടി ശ്രീ ജോസൂട്ടി ജോഴിയിലേക്ക് ഒരിക്കൽ കൂടി വരികയാണ്. ശ്രീ ജോസൂട്ടി ജോഴിയിൽ, ശ്രീ ലിയോൺ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഈ പറയുന്ന നമ്പർ അത് എക്സാക്ട് ഫിഗർ ആകണമെന്നില്ല, പക്ഷേ എങ്കിൽ പോലും നമുക്ക് 10,000-ങ്ങളെ അങ്ങനെ എക്സ്പെക്ട് ചെയ്യാം ഈ ജോലി നേടാനാകാതെ തിരിച്ച് വരുന്ന ഒരു കാറ്റഗറിയിൽ. അപ്പോൾ ഇവരുടെ കൃത്യമായിട്ടുള്ളൊരു പുനരധിവാസം, ഈ ഒരു പ്രതിസന്ധി മുൻകൂട്ടി കണ്ടുകൊണ്ട്, ചിലപ്പോൾ അടുത്ത വർഷമോ 2 വർഷം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഇത് സംഭവിക്കാൻ പോകുന്നത്, പക്ഷേ ഈ പ്രതിസന്ധി വരാൻ പോകുന്ന ഈ വലിയൊരു പ്രതിസന്ധി മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ഒരു പുനരധിവാസത്തിൽ ഊന്നിയുള്ള ചില നടപടികൾ ഇപ്പോഴേ നമ്മൾ സ്വീകരിക്കേണ്ടതല്ല. അല്ലെങ്കിൽ വലിയ തോതിൽ ഒരു ഒഴുക്ക് ഇങ്ങനെ സംഭവിക്കുന്നു, ഈ കുടുംബങ്ങൾ വലിയ രീതിയിൽ പ്രതിസന്ധിയാകുന്നു, പലരുടെയും സ്വത്തുവകകളും വീടും സ്ഥലമൊക്കെ വിറ്റിട്ടായിരിക്കാം ഇവർ പഠനത്തിനൊക്കെ ആയിട്ട് പോയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർ നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അത് സൃഷ്ടിക്കുന്ന പ്രതിസന്ധി, അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു റീഹാബിലിറ്റേഷൻ ഇപ്പോഴേ മുൻകൂട്ടി നാം പ്ലാൻ ചെയ്യേണ്ടതല്ലേ ശ്രീ ജോസൂട്ടി ജോഴിയിൽ? നമ്മള് ഈ 2-3 ആംഗിളിൽ ഇതിനെ നമ്മൾ കാണാനുണ്ട്. ഒന്നായി തിരിച്ചു വരുന്നവരുടെ പുനരധിവാസം എന്നുള്ളതാണ്. 2, ഇപ്പോൾ നിലവിൽ ഓൾറെഡി പ്രതിസന്ധിയിലായിരിക്കുന്നവരുടെ ഈ സാമ്പത്തികമായി വായ്പ എടുത്തിട്ട് വലിയ കടത്തിലേക്ക് പോയിരിക്കുന്നവർക്ക് സർവൈവൽ എങ്ങനെ സാധ്യമാക്കാൻ കഴിയും എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു സമീപനം ആവശ്യമുണ്ട്. 3ാമത്, കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ ഇനിയും ചെന്ന് പെടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് ഇനിയുള്ള ഈ ഭാവിയിൽ ഇതിനെ പ്രിവെന്റ് ചെയ്യാൻ കഴിയുക, ഈ 3 ആംഗിളിൽ ഇതിലെ കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടതുണ്ട്. തീർച്ചയായും അതിന് തന്നെ ഒരു പ്രത്യേക സംവിധാനം അതിനുവേണ്ടി തന്നെ ഉണ്ടാക്കേണ്ടതുണ്ട്. വളരെ ഭംഗിയായി വളരെ കൃത്യമായി പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നമുക്കറിയാമല്ലോ. ഇവിടെ ഇപ്പോൾ കേരളത്തിനൊരു സാമ്പത്തിക ചിത്രമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വെള്ളക്കോളർ ജോലിക്ക് നീലക്കോളർ ജോലിയെക്കാളും ഉയർന്ന ശമ്പളമുള്ള ഒരു പ്രദേശമാണ് കേരളം. ലോകത്തിൽ അധിക സ്ഥലത്തില്ല അങ്ങനെ. അപ്പൊ നീലക്കോളർ ജോലിക്ക് ഇപ്പൊ യു കെയിലൊക്കെ എങ്ങനെയാണ് ഈ നീലക്കോളർ ജോലിക്ക് ശമ്പളം കൂടുതലുണ്ട്. ഈ നീലക്കോളർ ജോലിക്കുള്ള ശമ്പള കൂടുതലിനെ എങ്ങനെ ഈ തിരിച്ചു വരുന്നവർക്കുള്ള ഒരു ജോലി സാധ്യതയാക്കി മാറ്റാൻ കഴിയും എന്നതിനെ സംബന്ധിച്ച്, അതുപോലെ തന്നെ വെള്ളക്കോളർ ജോലിയിലേക്ക് പോകുന്നതിനേക്കാൾ ഉപരി നീലക്കോളർ ജോലികൾക്ക് എടുക്കാനുള്ള അവസരങ്ങൾ എത്ര കൂടുതൽ സൃഷ്ടിക്കാൻ കഴിയും എന്നതിനെ സംബന്ധിച്ച് ആ തരത്തിലുള്ള ഒരു സംവിധാനം കൂടെ ഗവൺമെന്റ് ഭാഗത്തുനിന്ന് കൃത്യമായിട്ടുണ്ടാകുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ നിർമ്മാണ മേഖലയും ഉൽപാദന മേഖലയും ഉത്തേജിപ്പിച്ചാൽ മാത്രം മതിയാവും. അത് ബഹുമുഖ രീതിയിൽ അത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വളർച്ച ഉറപ്പാക്കുകയും തൊഴിൽ ലഭ്യത ഉറപ്പാക്കുകയും ചെയ്യും. ഒരാൾ തൊഴിലെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഉൽപാദനം ആ മേഖലയുടെ സാമ്പത്തിക വളർച്ച സാധ്യമാക്കും. ഒരാൾ ഇവിടെ നിന്ന് തൊഴിലെടുക്കുന്നു എന്നുകൊണ്ട് തന്നെ അദ്ദേഹവുമായി ചേർന്ന് നിൽക്കുന്ന ആളുകളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആ പണം ഇവിടെ ചെലവഴിക്കപ്പെടുമ്പോൾ അതും ഇവിടെ സാമ്പത്തികമായ വളർച്ച ഉണ്ടാക്കും. അപ്പൊ സംസ്ഥാനത്തിന്റെ നികുതി വരുമാനം കൂടുതൽ കിട്ടും, ഇവിടെ ഉൽപാദനം കൂടുതലുണ്ടാകും, കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ പറ്റിയ ഏറ്റവും വലിയ മേഖലകളിൽ ഒന്നാണ് നമ്മുടെ മലയോര മേഖല. വന്യജീവി ആക്രമണം മൂലം ഇന്ന് മലയോര മേഖലയിൽ അറിയാം ആളുകൾ അവിടെ വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഗവൺമെന്റ് ദീർഘവീക്ഷണത്തോടുകൂടി ഒരു പദ്ധതി ഇട്ടുകൊണ്ട് മുന്നോട്ടേക്ക് പ്രവർത്തനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കാർഷിക മേഖലയുടെ ഉത്തേജനത്തിന്, ടൂറിസം മേഖലയുടെ ഉത്തേജനത്തിന്, വന്യജീവി ആക്രമണം മൂലം കൃഷി ചെയ്യാൻ പറ്റാതെ അല്ലെങ്കിൽ ആൾക്കാർ ഉപേക്ഷിക്കപ്പെട്ടു പോയ സ്ഥലങ്ങൾ വീണ്ടും കൃഷിയോഗ്യമാക്കുന്നതിന് അതിനുവേണ്ടിയുള്ള വ്യവസ്ഥാപിത സംവിധാനം ഉണ്ടാകണം. ആരെങ്കിലും ഒരാൾ ഒരു തുമ്പായ ഓക്കത്തിൽ കയറി ചെന്നുകൊണ്ട് പണിയെടുക്കുക എന്നുള്ളതല്ല. അതിനപ്പുറമുള്ള വ്യവസ്ഥാപിതമായ സംവിധാനങ്ങളിലൂടെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളം ഈ മിന്നൽ കാണുന്ന ഈ ഭാവി പ്രതിസന്ധിയെ ഒരു ഒറ്റ വർഷം കൊണ്ട് തന്നെ
നമുക്ക് അതിനെ ഇല്ലെന്നാക്കുകയോ അല്ലെങ്കിൽ അതിന്റെ തീവ്രത വളരെ കാര്യമായിട്ട് കുറയ്ക്കുകയോ ചെയ്യാനായിട്ട് കഴിയും. ഇവിടെയുള്ള ആളുകൾക്ക് പുതിയ പ്രതീക്ഷകൾ നൽകാനായിട്ട് കഴിയും. അപ്പൊ ആ തരത്തിലുള്ള ഒരു പ്രവർത്തന പദ്ധതിയിലേക്ക്, ആ തരത്തിലുള്ള ഒരു പ്ലാനിങ്ങിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ നമ്മൾ കൊണ്ടുവന്നെത്തിക്കണം. അപ്പൊ നമ്മുടെയൊക്കെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഗവൺമെന്റിൽ എങ്ങനെ സമ്മർദ്ദം ചെലുത്തി എത്രയും വേഗം ഈ പ്രതിസന്ധിയെ മാറ്റിക്കളയുന്നതിന് ആവശ്യമായ പദ്ധതികൾ എങ്ങനെ ആവിഷ്കരിപ്പിക്കാനായിട്ട് കഴിയും, എങ്ങനെ ഗവൺമെന്റ് ശ്രദ്ധ ഇതിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ്. തീർച്ചയായും കത്തോലിക്ക കോൺഗ്രസിനും കത്തോലിക്ക കോൺഗ്രസിനും യൂത്ത് കൗൺസിലും ഒക്കെ ഈ കാര്യത്തിൽ വളരെയധികം ചെയ്യാനുണ്ടെന്ന് നമുക്കറിയാം. അതിനുവേണ്ടിയുള്ള പ്രവർത്തനം നിൽക്കും. തീർച്ചയായും മാധ്യമ മേഖലയിൽ നിന്നുള്ള സഹകരണം ഇക്കാര്യത്തിൽ വളരെ അനിവാര്യമാണ്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. വളരെ വ്യക്തമാണ്. വളരെ വലിയൊരു ഗുരുതര പ്രതിസന്ധി തന്നെയാണത്. ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു പ്രവർത്തനം തന്നെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. വരാൻ പോകുന്ന സർക്കാർ അത് കൃത്യമായി ഒരു പ്രശ്നത്തെ, ഒരു വിഷയത്തെ അഡ്രസ് ചെയ്ത് പരിഹാര മാർഗങ്ങൾ നടപ്പിലാക്കാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യേകം നമുക്ക് ആശംസിക്കാം. ഒപ്പം തന്നെ ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു ഫോളോ അപ്പ്, ഒരു പരിഹാര മാർഗങ്ങൾ മാധ്യമ സ്ഥാപനം എന്ന നിലയിൽ ചെയ്യാൻ പറ്റുന്ന ചർച്ചകളും അല്ലെങ്കിൽ ഡിസ്കഷൻസും ഒക്കെ ഇനിയും തുടർന്നും ഷെക്കീന ന്യൂസിൽ തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് പ്രതീക്ഷിക്കാം. വളരെ വലിയൊരു പ്രതിസന്ധി ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനത്തോടെ, വിവേകത്തോടു കൂടിയുള്ള പ്രവർത്തനത്തോടെ നമുക്ക് മറികടക്കുവാൻ തീർച്ചയായും നമുക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ശ്രീ ലിയോൺ, ഒപ്പം തന്നെ ഡോക്ടർ ജോസൂട്ടി ജെ ഒഴികെ രണ്ടുപേർക്കും നന്ദി.